പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവവചനം പഠിക്കുവാനായി ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ സാക്ക് വർഗീസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ എൻഡ് ടൈം പ്രോഫസീസ്, എൻഡ് ടൈം ഈവൻസ് വളരെ ശക്തമായ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവം തന്നെ ശക്തമായി ഉപയോഗിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് ഇന്നത്തെ ക്ലാസ് ഇന്ന് ലൈവായി കേൾക്കുന്നവർക്ക്, പിന്നീട് ഇത് യൂട്യൂബില് സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, ക്രിസ്തേശ്വരൻ ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാ, നല്ല ദൈവമേ, നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താടി, ഞങ്ങൾ പരദേശത്തായിരുന്ന ഹല്ലേലൂയ സ്തോത്രം കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ വാദപിടത്തിലേക്ക് 9 മണി സമയത്ത് ഹല്ലേലൂയ സ്തോത്രം കർത്താവേ, അക്കാപ്പ ബൈബിൾ സ്കൂൾ ഹല്ലേലൂയ സ്തോത്രം പഠിക്കുവാനായിട്ട്, വചനം പഠിക്കുവാനായിട്ട് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കടന്നു വരുവാനുള്ളവരെ കർത്താവ് വേഗത്തിൽ കൂട്ടി വരുത്തുമാറാകണമേ, കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്ന ഹല്ലേലൂയ കർത്താവിന്റെ ദാസനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവ് വചനം പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടിയങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരിപ്പാനിടയായി തീരട്ടെ കർത്താവ്, ഹൃദയത്തെ സംഗ്രഹിപ്പാനിടയായി തീരട്ടെ കർത്താവേ. അതൊക്കെയും പഠിച്ച് അനേകർക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങൾ കൃപ ചെയ്യുമാറാകണമേ. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെയൊക്കെയും വെളിപ്പെടുത്തുമ്പോൾ അത് ഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവിന്റെ ദാസനെ കർത്താവായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് ശക്തീകരിക്കണം, ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ലീഡിയ എന്ന കർത്താവെ ഹല്ലേലൂയ സ്തോത്രം കർത്താവിൽ അൽപാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ജോലി മേഖലകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ കൃപയിൽ പൊതിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവ്. പിന്നെയും ഹല്ലേലൂയ അല്പസമയം പഠനത്തിനായി കർത്താവിന്റെ വാദപീഠത്തിലായിരിക്കാൻ കർത്താവ് അടിയങ്ങളെ സഹായിക്കുമാറാണ്. വളരെ ശ്രദ്ധയോടെ കർത്താവെ ആയിരിക്കാൻ കർത്താവടിയങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് കണ്ടക്ട് ചെയ്യുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻ ഡോക്ടർ സാക്ക് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും സന്തോഷമായി മനോഹരമായ നമ്മുടെ സർവീസുകൾ, സാക്ഷ്യങ്ങളൊക്കെയും കേൾക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും സാധിച്ചു. ഇന്ന് പകൽക്കാലം വീണ്ടും ഒരുമിച്ച് നമുക്ക് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് തന്ന ഈ സാവകാശത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ ലാലു പാസ്റ്ററിനെയും ഷാജി പാസ്റ്ററിനെയും അതുപോലെ ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാരെ എല്ലാവരെയും നിങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ അനേക ആഴ്ചകളായിട്ട്, എനിക്ക് തോന്നുന്നു ഇത് 11ാമത്തെ ആഴ്ചയെന്ന് തോന്നുന്നു, നമ്മൾ ദാനിയേൽ പ്രവചനം അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് അതിൻ്റെ മുഖവരയായിട്ട് 11ാം അധ്യായത്തിൻ്റെയും 12ാം അധ്യായത്തിൻ്റെയും 10ാം അധ്യായത്തിൻ്റെയും 11ാം അധ്യായത്തിലേക്കും കടന്നു വരുവാൻ നമുക്ക് ഇടയായി തീർന്നു. നമ്മൾ ദാനിയേൽ പ്രവചനം പഠിച്ചപ്പോൾ നെബൂഖദ്നേസറിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷമായിട്ട് ദാനിയേലിൻ്റെ 3 ദർശനങ്ങൾ, 4 മൃഗങ്ങളെക്കുറിച്ചുള്ള ദർശനങ്ങൾ, ആട്ടുകൊറ്റിൻ്റെയും കോലാട്ടുകൊറ്റിൻ്റെയും കുറിച്ചുള്ള ദർശനം, അതുകൂടാതെ 70 ആഴ്ചവട്ടത്തെ കാലത്തെക്കുറിച്ചുള്ള ദർശനം, ഈ 3 ദർശനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതിൻ്റെ 4ാമത്തെ, ദാനിയേലിന് ദൈവം കൊടുത്ത 4ാമത്തെ ദർശനമാണ്. അത് വടക്കേ രാജ്യത്തെ രാജാവും തെക്കേ രാജ്യത്തെ രാജാവും എന്നുള്ള വിഷയമാണ് നമ്മുടെ വിഷയം. പ്രൈസ് ദി ലോർഡ്. ദ കിങ് ഓഫ് ദ നോർത്ത് ആൻഡ് ദ കിങ് ഓഫ് ദ സൗത്ത്, അതിനെക്കുറിച്ച് കാണിച്ചു കൊടുത്ത ഒരു ദർശനം. അതിൽ കൂടി ഇസ്രായേലിൻ്റെ ഭാവി എന്തായിരിക്കും, ഇതാണ് വിഷയം. ഞാൻ നിങ്ങളോട് സംസാരിച്ചല്ലോ,
നെബൂഖദ്നേസറിന് ദൈവം കാണിച്ചു കൊടുത്ത ദർശനം ലോകരാജ്യങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ രാജ്യം ഉൾപ്പെടെ ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതായിരുന്നു. ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ദാനിയേലിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഭാവി എന്തായിരിക്കും. അത് 3 ദർശനങ്ങൾ അതിൽ കൂടി കാണിച്ചു കൊടുത്തു. 4-ാമത്തെ ദർശനമാണ് ഇന്ന് രാത്രി നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആ ശ്രദ്ധയിൽ അതൊന്നുകൂടി ഒന്ന് പതിയുവാൻ വേണ്ടി ഇന്ന് രാത്രി വീണ്ടും ആ ഭാഗങ്ങൾ, വേദഭാഗങ്ങൾ സമയമെടുക്കുമെങ്കിലും അത് വായിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് ആ വേദഭാഗങ്ങൾ നമുക്ക് 11-ാം അധ്യായം മുഴുവനുമായിട്ടും നമ്മളൊന്ന് വായിക്കുക. 11-ാം അധ്യായത്തിൽ 45 വാക്യങ്ങളുണ്ട്. അതുകൊണ്ട് 4 പേര് അത് വായിക്കാനുണ്ടെങ്കിൽ നല്ലതാണ്. അഞ്ജു സിസ്റ്റർ, ബിൻസി സിസ്റ്റർ, എലിസബത്ത്, അമീത, നിങ്ങൾ 4 പേരുണ്ടെങ്കിൽ നിങ്ങൾ 4 പേരും 12, ആദ്യത്തെ 3 പേര് 12 വാക്യങ്ങൾ വെച്ച് വായിക്കുക. ബാക്കി അതിന് ശേഷമുള്ള ആൾ 45-ാമത്തെ വാക്യം വരെയും വായിക്കുക. എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകത്തില്ലെങ്കിലും ഞാനത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ പഠിപ്പിക്കുമ്പോൾ ഈ വാക്യങ്ങൾ ഉണ്ടെങ്കിലേ അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സമയമെടുത്ത് ഇത് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. വെറുതെ അത് ചില വാക്യങ്ങൾ മാത്രം വായിച്ച് പോയാൽ അത് സമ്പൂർണ്ണമായ ഒരു ആശയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് അഞ്ജു സിസ്റ്റർ ഉണ്ടെങ്കിൽ വായിച്ചായിട്ട് ആദ്യത്തെ 12 വാക്യങ്ങൾ, 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 12 വാക്യങ്ങൾ. ഞാനോ മേദിനായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റ് നിന്നു. ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യം അറിയിക്കാം, പാർസി ദേശത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4-മത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും. പിന്നെ വിക്രമമായൊരു രാജാവ് എഴുന്നേൽക്കും. അവൻ വലിയ അധികാരത്തോടെ വാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ നിൽക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും. അത് അവന്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല. അവന്റെ രാജ്യത്വം നിർമൂലമായി അവർക്കല്ല, അന്യർക്ക് അധീനമാകും. എന്നാൽ തെക്കേ ദേശത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിച്ച് അവന്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ അവനേക്കാൾ പ്രബലനായി വാഴും. അവന്റെ ആധിപത്യം മഹാധിപത്യമായി തീരും. കുറെ കാലം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഏകോപിക്കും. തെക്കേ ദേശത്തിലെ രാജാവിന്റെ മകൻ വടക്കേ ദേശത്തിലെ രാജാവിന്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ വരും. എങ്കിലും അത് നിൽക്കയില്ല. അവനും അവന്റെ സന്തതിയും നിലനിൽക്കുകയില്ല. അവളും അവളെ കൊണ്ടുവന്നവരും അവളുടെ ജനകനും അവളെ തുണച്ചവനും ഭീതി വിഷയങ്ങളായി തീരും. എന്നാൽ അവന് പകരം അവളുടെ വേരിൽ നിന്ന് മുളച്ച തയ്യായി ഒരുവൻ എഴുന്നേൽക്കും. അവൻ ബലം പ്രാപിച്ച് വടക്കേ ദേശത്തിലെ രാജാവിന്റെ കോട്ടയിൽ കടന്ന് അവരുടെ നേരെ പ്രവർത്തിച്ച് ജയിക്കും. അവരുടെ ദേവന്മാരെയും ബിംബങ്ങളെയും വെള്ളിയും പൊന്നും കൊണ്ടുള്ള മനോഹര വസ്തുക്കളൊക്കെയും അവൻ എടുത്ത് മിസ്രൈമിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവൻ കുറെ സംവത്സരം വടക്കേ ദേശത്തിലെ രാജാവിനോട് പൊരുതാതിരിക്കും. അവൻ തെക്കേ ദേശത്തിലെ രാജാവിന്റെ രാജ്യത്തേക്കും ചെന്ന് സ്വദേശത്തേക്ക് മടങ്ങിപ്പോരും. അവന്റെ പുത്രന്മാരോ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ബഹുപുരുഷാരമടങ്ങിയ മഹാസൈന്യങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. അത് വന്ന് കവിഞ്ഞ് കടന്നു പോകും. പിന്നെ അവൻ മടങ്ങിച്ചെന്ന് അവന്റെ കോട്ട വരെ യുദ്ധം നടത്തും. അപ്പോൾ തെക്കേ ദേശത്തിലെ രാജാവ് ദേഷ്യം പൂണ്ട് പുറപ്പെട്ട് വടക്കേ ദേശത്തിലെ രാജാവിനോട് യുദ്ധം ചെയ്യും. അവൻ വലിയൊരു സമൂഹത്തെ അണിനിരത്തും. എന്നാൽ ആ സമൂഹം മറ്റവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ആ ജനസമൂഹം മുടിഞ്ഞു പോകും. അവന്റെ ഹൃദയം ഗർവിച്ച് അവൻ 10,000 പേരെ വീഴുമാറാക്കും. എങ്കിലും അവൻ പ്രാബല്യവും പ്രാപിക്കുകയില്ല. വടക്കേ ദേശത്തിലെ രാജാവ് മടങ്ങി വന്ന് മുമ്പലത്തേതിനേക്കാൾ വലിയൊരു ജനസമൂഹത്തെ അണിനിരത്തും. ചില സംവത്സരം കഴിഞ്ഞിട്ട് അവൻ വലിയൊരു സൈന്യത്തോടും വളരെ സമ്പത്തോടും കൂടെ പോരും. ആ കാലത്ത് പലരും തെക്കേ ദേശത്തിലെ രാജാവിന്റെ നേരെ എഴുന്നേൽക്കും. നിന്റെ ജനത്തിലുള്ള അക്രമികൾ ദർശനത്തെ നിവർത്തിപ്പാൻ തക്കവണ്ണം മത്സരിക്കും. എങ്കിലും അവർ ഇടറിവിടും. എന്നാൽ വടക്കേ ദേശത്തിലെ രാജാവ് വന്ന് വാടകോരി ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിക്കും. തെക്കേ പടക്കൂട്ടങ്ങളും അവന്റെ ശ്രേഷ്ഠ ജനവും ഉറച്ചു നിൽക്കുകയില്ല. ഉറച്ചു നിൽപ്പാൻ അവർക്ക് ശക്തി ഉണ്ടാകുകയുമില്ല. അവന്റെ നേരെ വരുന്നവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. ആരും അവന്റെ മുൻപാകെ നിൽക്കയില്ല.
അവൻ മനോഹര ദേശത്തു നിൽക്കും, അവന്റെ കയ്യിൽ സംഹാരം ഉണ്ടായിരിക്കും. അവൻ തന്റെ സർവ്വരാജ്യത്തിന്റെയും ശക്തിയോടും കൂടെ വരുവാൻ താല്പര്യം വെക്കും. എന്നാൽ അവൻ അവനോട് ഒരു ഉടമ്പടി ചെയ്തു, അവന് നാശത്തിനായി തന്റെ മകളെ ഭാര്യയായി കൊടുക്കും, എങ്കിലും അവൾ നിൽക്കയില്ല, അവന് ഇരിക്കുകയുമില്ല. പിന്നെ അവൻ തീരപ്രദേശങ്ങളിലേക്ക് മുഖം തിരിച്ചു പലതും പിടിക്കും. എന്നാൽ അവൻ കാണിച്ച നിന്ന ഒരു അധിപതി നിർത്തലാക്കും. അത്രയുമല്ല, അവന്റെ മേൽ തന്നെ വരുത്തും. പിന്നെ അവൻ സ്വദേശത്തിലെ കോട്ടകളുടെ നേരെ മുഖം തിരിക്കും, എങ്കിലും അവൻ ഇടറി വീണ് ഇല്ലാതെയാകും. അവന് പകരം എഴുന്നേൽക്കുന്നവൻ തന്റെ രാജ്യത്തിന്റെ മനോഹര ഭാഗത്തുകൂടി ഒരു അപഹാരിയെ അയക്കും, എങ്കിലും കുറെ ദിവസത്തിനകം അവൻ സംഹരിക്കപ്പെടും. കോപത്താലല്ല, യുദ്ധത്താലുമല്ല, അവനു പകരം നിന്ദ്യനായ ഒരുത്തൻ എഴുന്നേൽക്കും. അവന് അവർ രാജ്യത്തിന്റെ പദവി കൊടുപ്പാൻ വിചാരിച്ചിരുന്നില്ല, എങ്കിലും അവൻ സമാധാന കാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശമാക്കും. പ്രളയതുല്യമായ സൈന്യങ്ങളും നിയമത്തിന്റെ പ്രഭുവും കൂടെ അവന്റെ മുമ്പിൽ പ്രവഹിക്കപ്പെട്ടു തകർന്നു പോകും. ആരെങ്കിലും അവനോട് സഖ്യത ചെയ്താൽ അവൻ വഞ്ചന പ്രവർത്തിക്കും. അവൻ പുറപ്പെട്ട് അല്പം പടജനവുമായി വന്ന് ജയം പ്രാപിക്കും. അവൻ സമാധാന കാലത്ത് തന്നെ സംസ്ഥാനത്തിലെ പുഷ്ടിയേറിയ സ്ഥലങ്ങളിൽ വന്ന് തന്റെ പിതാമഹന്മാരോ ഒരു നാളും ചെയ്യാത്തത് ചെയ്യും. അവൻ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്ക് വിതറിക്കൊടുക്കും. അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും, എന്നാൽ കുറെ കാലത്തേക്കേ ഉള്ളൂ. ഒരു മഹാസൈന്യത്തോടുകൂടെ തെക്കേ ദേശത്തിലെ രാജാവിന്റെ നേരെ തന്റെ ശക്തിയും ധൈര്യവും പ്രയോഗിക്കും. തെക്കേ ദേശത്തിലെ രാജാവും ഏറ്റവും വലിയതും ശക്തിയേറിയതുമായ സൈന്യത്തോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടും. എങ്കിലും അവർ അവന്റെ നേരെ ഉപായം പ്രയോഗിക്കൊണ്ട് അവൻ ഉറച്ചു നിൽക്കയില്ല. അവന്റെ അന്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവൻ അവനെ നശിപ്പിക്കും. അവന്റെ സൈന്യം ഒഴുകിപ്പോകും, പലരും നിഹതന്മാരായി വീഴും. ഈ രാജാക്കന്മാർ ഇരുവരും ദുഷ്ടത പ്രവർത്തിപ്പാൻ ഭാവിച്ചുകൊണ്ട് ഒരേ മേശയിങ്കൽ വെച്ച് ഭോഷ്ക് സംസാരിക്കും, എങ്കിലും അത് സാധിക്കയില്ല. നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവസാനം വരികയുള്ളൂ. പിന്നെ അവൻ വളരെ സമ്പത്തോടും കൂടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. അവൻ വിശുദ്ധ നിയമത്തിന് വിരോധമായി മനോഗതം വെച്ച് അത് അനുഷ്ഠിച്ച് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. നിയമിക്കപ്പെട്ട കാലത്ത് അവൻ വീണ്ടും തെക്കോട്ട് വരും, എങ്കിലും ഇപ്രാവശ്യം മുമ്പിലത്തെ പോലെ സാധ്യമാകയില്ല. കിത്തീം കപ്പലുകൾ അവന്റെ നേരെ വരും. അതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തിന് നേരെ ക്രുദ്ധിച്ച് പ്രവർത്തിക്കും. അവൻ മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചുകൊള്ളും. അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കും. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. സിസ്റ്റർ സെലിൻ കോശിമായിരുന്നു ഉണ്ടോ? വേറെ ആരാ ഉള്ളേ? അമിതയുണ്ടോ? പിന്നെ ആദ്യമേ തുടങ്ങിക്കോ, അഞ്ചു ബാക്കി വായിച്ചാട്ടെ. ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും, എങ്കിലും കുറെ കാലത്തേക്ക് അവർ വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും. വീഴുമ്പോൾ അവർ അല്പസഹായത്താൽ രക്ഷ പ്രാപിക്കും. പലരും കപടഭാവത്തോടെ അവരോട് ചേർന്നുകൊള്ളും. എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. നിശ്ചയിപ്പിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും. രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ തന്നെത്താൻ ഉയർത്തി ഏത് ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവാദി ദൈവത്തിന്റെ നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും. നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ. അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കുക തന്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കിയില്ല. അതിനു പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കുകയും അവന്റെ പിതാക്കന്മാർ അറിയാത്തൊരു ദേവനെ അവൻ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും രത്നങ്ങൾ കൊണ്ടും മനോഹര വസ്തുക്കൾ കൊണ്ട് ബഹുമാനിക്കും. അവൻ ഒരു അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളുടെ മേൽ ആക്കി വയ്ക്കും. അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവൻ അവരെ
അവൻ അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തിലെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവരോട് എതിർത്തുമുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞു കടന്നു പോകും. അവൻ മനോഹര ദേശത്തിലേക്ക് കടക്കും. 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമ്മോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. അവൻ 42 ദേശങ്ങളുടെ നേരെ കൈനീട്ടും. മിസ്രൈം ദേശവും ഒഴിഞ്ഞു പോകുകയില്ല. അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിസ്രൈമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും. ലൂബ്യരും കൂശ്യരും അവന്റെ അനുചാരികൾ ആയിരിക്കും. എന്നാൽ കിഴക്കുനിന്നും വടക്കുനിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തൽ ഇടും. അവിടെ അവൻ അന്തരിക്കും. ആരും അവനെ രക്ഷിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ. നിങ്ങൾ വായിച്ച സഹോദരിമാർക്ക് എല്ലാവർക്കും നന്ദി. ഇത് വളരെ അധികം വാക്യങ്ങളുള്ള ഒരു അധ്യായമാണ് ഇത്. ഇത്രയും വായിച്ച് നമുക്ക് ഇത് വായിച്ചത് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് അനേക കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ആവർത്തിച്ച് പറയുന്നതായിട്ട് പോലും തോന്നിപ്പോകും. എന്നാൽ ഇത് ഒരു 5-8 പ്രാവശ്യമെങ്കിലും ഈ അധ്യായം എടുത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ മനസ്സിലാകും. അതൊന്ന്. രണ്ടാമത് ഇത് ഈ ഹിസ്റ്ററി വായിക്കുമ്പോൾ നമ്മൾ പേർഷ്യൻ എംപയറിൻ്റെയും ഗ്രീഷ്യൻ എംപയറിൻ്റെയും നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിൽ പഠിക്കുന്ന ഹിസ്റ്ററി എടുത്ത് വായിക്കുകയാണെങ്കിൽ അതിൽ കൂടി കുറച്ചുകൂടെ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് പോകാതെ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്, ഈ ദർശനം ദൈവം ദാനിയേലിനെ കാണിച്ചു കൊടുത്തതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തെ വെച്ച് നമ്മൾ ഈ ഭാഗങ്ങൾ പഠിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ വായിച്ച് കേട്ടതിൽ ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്. 2 രാജാക്കന്മാരുടെ കാര്യം, തെക്കേ രാജ്യത്തെ രാജാവും വടക്കേ രാജ്യത്തെ രാജാവും. ഇതെപ്പോഴും കേൾക്കുന്ന ഒരു വിഷയമാണ് ഇതിനകത്ത്. അതുകൂടെ തന്നെ നിങ്ങൾ തെക്കേ രാജ്യം എന്ന് പറയുന്നത് ഈജിപ്തിനെ കുറിച്ച്, മിസ്രൈമിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ തെക്കായിട്ടിരിക്കുന്ന ഭാഗമാണ് ഈജിപ്റ്റ്. അതുകൊണ്ടാണ് തെക്കേ രാജ്യം. വടക്കേ രാജ്യം എന്ന് പറയുന്നത് സിറിയ ആണ്. അത് ഇസ്രായേലിൻ്റെ വടക്കായിട്ടുള്ളതുകൊണ്ടാണ് വടക്കേ രാജ്യം. അപ്പോൾ തെക്കേ രാജ്യത്തെ രാജാവ് എന്ന് പറയുമ്പോൾ ഈജിപ്റ്റ്, മിസ്രൈമിൻ്റെ രാജാവ്. വടക്കേ രാജ്യത്തെ രാജാവ് എന്ന് പറയുമ്പോൾ സിറിയ ഉൾപ്പെടുത്തിയുള്ള ആ പ്രദേശങ്ങളിൽ ഉള്ള രാജാവ്. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് നമുക്ക് അല്പസമയം നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 10-ാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ പറഞ്ഞല്ലോ, അത് ആക്ച്വലി 10-ാം അധ്യായത്തിൽ തന്നെ ഉൾപ്പെടേണ്ടതായിരുന്നു. അത് 10-ാം അധ്യായത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എഴുതിക്കുന്നത്, Now I will tell you the truth, behold 3 more kings will arise in Persia, and the 4th shall be far richer than them all. By his strength, through his riches, he shall stir up against the reign of Greece. അപ്പോൾ ഈ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ പറയുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം, ഇത് 2 ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാൻ സാധിക്കും. ഈ പ്രവചന ഭാഗങ്ങൾ അത് 2 വശങ്ങളാണ്. ആ 2 വശങ്ങൾ 2 കാലഘട്ടങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സൈറസ് രാജാവ്. കാരണം ഈ ദർശനം കൊടുക്കുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഇൻ ദ 3rd year ഓഫ് സൈറസ് ഓഫ് പെർഷ്യ. ഈ ദർശനം ദാനിയേലിൽ വെളിപ്പെട്ടു നമ്മൾ വായിക്കുന്നു. സൈറസ് രാജാവിൻ്റെ 3-ാം വർഷം എന്ന് പറയുന്നത് BC 536. ആ നമ്പർ നിങ്ങൾ ഓർത്തിരുന്നോ? അപ്പം BC 536 മുതൽ ഗ്രീഷ്യൻ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം കഴിഞ്ഞ്
യവന സാമ്രാജ്യം അവസാനിച്ച് റോമ സാമ്രാജ്യം തുടങ്ങുന്നത് വരെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഈ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം BC 536 ത്രൂ BC 30 എന്ന് പറഞ്ഞാൽ ഏകദേശം 500-ൽ പരം വർഷങ്ങളിലെ നമ്മളെ സംബന്ധിച്ചോളം ചരിത്രമാണ് ഇപ്പോൾ അന്ന് ദാവീദിന് ദൈവം പ്രവചനമായിട്ട് കൊടുത്തതിൻ്റെ ഒരു ഭാഗം. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം, ദാനിയേലിനെ സംബന്ധിച്ചോളം അത് ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു. എന്നാൽ ആ ഇസ്രായേലിൻ്റെ ഭാവി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗങ്ങൾ തന്നെ 500 വർഷത്തേക്കുള്ള ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനെ ഇസ്രായേലിൻ്റെ ദൂരഭാവി എന്നാൽ ഞാൻ അതിനൊരു വേറൊരു വേറില്ലാത്തതുകൊണ്ട് എഴുതിയിരിക്കുന്നത്. എന്നാൽ 36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ നിന്നും അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു ഭാഗമായിട്ട് അത് പോകുകയാണ്. അത് നിങ്ങളത് വീണ്ടും വായിക്കുമ്പോൾ മനസ്സിലാകും. ആ 36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലിൻ്റെ വളരെ വിദൂരമായ ഭാവിയെക്കുറിച്ചാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആൻഡ് എ വെരി ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചർ. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ 45 വാക്യങ്ങൾ കൂടി നമ്മൾ പഠിക്കുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ നമ്മൾ ഈ ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആദ്യത്തെ 500 വർഷങ്ങൾ BC 536 മുതൽ BC 30 വരെ നടന്ന കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം now it is a historical fact, ഒരു ചരിത്ര വസ്തുതയാണ്. അത് നമുക്കിനി ഒരു പ്രവചനമല്ല. പ്രവചനമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലമായതുകൊണ്ട് അതൊരു ചരിത്ര വസ്തുവായിട്ട് നമുക്ക് മാറാം. എന്നാൽ 36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നമുക്കും വിദൂര ഭാവിയെക്കുറിച്ച് ഉള്ള ഒരു പ്രവചനമാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഈ പ്രവചനം ദാനിയേൽ കൊടുത്തപ്പോൾ BC 536 കൊടുത്തപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. ആ ഭാവിയിൽ തന്നെ 2 ഭാവികളുണ്ട്. അതിലെ ആദ്യത്തേത് ദൂരഭാവി, 500 വർഷം കൊണ്ട് ആ കാര്യങ്ങളെല്ലാം നടന്നു. എന്നാൽ വീണ്ടും വിദൂരമായിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള പ്രവചനം 36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ഇതേവരെ നടന്ന കാര്യങ്ങളല്ല, ഇത് വീണ്ടും നടക്കാനിരിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചോളം ഈ പ്രവചനം എടുക്കുമ്പോൾ ആദ്യത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ആദ്യത്തെ 500 വർഷം കഴിഞ്ഞു തീർന്നു. അതുകൊണ്ടൊരു ചരിത്ര വിഷയം. എന്നാൽ വിദൂര ഭാവി നമുക്കും അതുപോലെ ആപ്ലിക്കബിൾ ആണ്, ആധാരമാണ്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങളുടെ ഒരു മുഖവരയായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കിടക്കാം. ഞാൻ പതിയെ വളരെ സാവധാനത്തിൽ സംസാരിക്കാം. ഇത് പല പ്രാവശ്യം സംസാരിക്കാം, നമുക്കെല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ പ്രവചനത്തിൻ്റെ രണ്ടാമത്തെ വശം വളരെ വിദൂരമായ ഒരു ഭാവിയെക്കുറിച്ചാണ്. പ്രവചനത്തിൻ്റെ ഈ വശം ദാനിയേലിന് നമുക്ക് ഒരുപോലെ ബാധകമാണ് ഇനിയും വരാനുള്ള കാര്യം. കാരണം അത് അവസാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇത് എന്നത്തേക്കാണ് എന്ന് ഈ രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ 3-4 വാക്യങ്ങൾ വായിക്കാൻ പറയുകയാണ്. അത് ആ കാലയളവ്, രണ്ടാമത്തെ ആ കാലഘട്ടം, അതിനെക്കുറിച്ചുള്ള ഒരു സാമാന്യമായ ഒരു അറിവ് തരുന്നതിന് വേണ്ടിയാണ്. നമുക്ക് എക്സാക്റ്റായിട്ട് നമുക്ക് വർഷം പറയാൻ സാധിക്കത്തില്ല. എന്നാൽ സാമാന്യമായ ഒരു അറിവിന് വേണ്ടി എന്താണ്, ഏത് സമയത്താണ് ഈ വിദൂര ഭാവിയെക്കുറിച്ച് പറഞ്ഞ ഈ പ്രവചനം, ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ കാലയളവ് ഏതാണെന്ന് ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 35 വാക്യങ്ങൾ ഇപ്പോൾ നടന്ന കാര്യങ്ങൾ, 36 മുതൽ 45 വരെയുള്ള കാര്യങ്ങൾ, ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ, അതെന്നാണ്, അത് ഒരു വിദൂര ഭാവിയാണെന്ന് കാണിക്കാൻ വേണ്ടി വേദപുസ്തകത്തിൽ നിന്ന് ചില വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ദാനിയേലിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം അഞ്ജു സിസ്റ്റർ വായിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരുന്നു. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബൂഖദ്നേസറിനെ അറിയിച്ചിരിക്കുന്നു. ആ ഭാവി കാലം
ദൂരഭാവി കാലമാണോ അതിവിദൂരമായ ഭാവി കാലമാണോ എന്ന് പറഞ്ഞില്ല, ഭാവി കാലത്തെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വേറെ പിന്നെ അടുത്ത സിസ്റ്റർ വായിച്ചാട്ടെ. 8:26. സന്ധികളെയും ഉഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വെക്കാം. മതി. ദർശനത്തിൽ പറയുമ്പോൾ എപ്പോഴുള്ളതെന്നാണ് പറയുന്നത്? ബഹുകാലം, ഫോർ ലാറ്റർ ഡേയ്സ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ ഡേയ്സ് ഇൻ ദ ഫ്യൂച്ചർ, ബഹുകാലം. ഇനി നമുക്ക് ദാനിയേലിൻ്റെ 10-ാം അധ്യായം 14-ാം വാക്യം സിസ്റ്റർ വായിച്ചിട്ട് ബിൻസിയോ പിന്നെ ആരെങ്കിലും വായിച്ചു. നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ ആ ഭാവിയെ കുറിച്ച് പറയുന്നത്. ഭാവി കാലം എന്നും പറയുന്നുണ്ട്, ബഹുകാലത്തേക്കുള്ളതാണെന്നും പറയുന്നു. എന്ന് പറഞ്ഞാൽ വിദൂരമായ ഒരു ഭാവി. ഇനിയും ദാനിയേലിന്റെ 11:40 ആരെങ്കിലും ഒരാൾ വായിച്ചാണ്. ഇന്ന് അന്ത്യകാലത്ത് തെക്കേദേശത്തിലെ രാജാവ് അവനോട് എതിർത്തുമുട്ടും. ഇവിടെ പറയുമ്പോൾ ഈ കാലത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? അന്ത്യകാലം. അന്ത്യകാലം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യങ്ങളിൽ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്താം. അന്ത്യകാലം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ കാലയളവ് എന്തുള്ളതാണ്? അന്ത്യകാലമാണ്. അതിനൊരു ആധാരമായിട്ടൊരു വാക്യം വായിക്കാം നമുക്ക്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. എബ്രായ ലേഖനം 1:1. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകർ മുഖാന്തരം പിതാക്കന്മാരിൽ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. മതി. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലയളവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് കാലയളവ് എന്ന് പറയാൻ സാധിക്കും? അന്ത്യകാലയളവ്. ഈ അന്ത്യകാലത്ത് ദൈവം പണ്ട് ഭാഗമായിട്ടും ഇതായിട്ടും പ്രവാചകന്മാരിൽ കൂടി സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. അന്ന് യെരുശലേമിൽ പരിശുദ്ധാത്മാഭിഷേകം നടന്നപ്പോൾ പത്രോസ് ആ കാലയളവിനെ കുറിച്ച് പറയുകയാണ്. ഇത് യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അന്ത്യകാലത്ത് സകലജനത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് യോവേൽ പറഞ്ഞ ആ പ്രവചനം ഇതാ ഇന്ന് നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മൾ ജീവിക്കുന്ന കാലയളവ് അന്ത്യകാലയളവാണ്. ഈ അന്ത്യകാലയളവിൻ്റെ അവസാനമായിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഈ യുഗത്തിൻ്റെ അവസാനം എപ്പോഴാണ് നമുക്കറിയത്തില്ല. എന്നാൽ ഇത് തീരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ നടക്കും. ഈ പറഞ്ഞ ദാനിയേൽ പ്രവചനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ ആ ഭാഗ്യഭാഗം 36 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് 2 ഭാഗം കൂടെ വായിക്കാം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും 13-ാം വാക്യവും ഒരാൾ വായിച്ചാൽ. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ പ്രവചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. ദാനിയേലേ, അന്ത്യകാലം വരെ. അപ്പം ഇത് നമുക്കറിയാം. അന്ത്യകാലം എന്ന് പറയുന്നത് യുഗങ്ങളുടെ അന്ത്യത്തെ കുറിച്ചാണ് പറയുന്നത്. അന്ത്യകാലം പറഞ്ഞാട്ടെ. നീ അതിന്റെ 13 കൂടെ വായിച്ചാട്ടെ. നീയോ അവസാനത്തോളം വരുമ്പോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് അവസാനം വരും വരെയും പോയിക്കൊള്ളുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചപ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ അവസാനം എന്ന് പറയുന്നത് പലവിധമായ രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒന്ന്, ഞാനിപ്പം പറഞ്ഞതുപോലെ ഈ യുഗങ്ങൾ, നാം താമസിക്കുന്ന ഈ യുഗം, യേശുക്രിസ്തു വന്നപ്പോൾ തുടങ്ങിയ ഈ അന്ത്യകാല യുഗം, യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരുമ്പോൾ അത് അവസാനിക്കും. അതാണ് ഒന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത്. 2, യഹൂദന്മാരുടെ യുഗം. കർത്താവ് പറഞ്ഞു, ദിസ് ജനറേഷൻ വിൽ നോട്ട് പാസ് അവേ അണ്ടിൽ ഓൾ ദീസ് തിങ്സ് ഹാപ്പൻ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം സംഭവിക്കുന്നതും വരെയും ഈ തലമുറ പോകത്തില്ല എന്ന് പറഞ്ഞു. ആ തലമുറ എന്ന് പറയുന്നത് 40 വർഷം ഉള്ള തലമുറയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. പിന്നെയോ യഹൂദ സമൂഹത്തിൻ്റെ തലമുറ വിട്ടുപോകത്തുള്ളതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് വേറെ ഭാഗം. അങ്ങനെ ഒന്നുകിൽ ഇത് യഹൂദൻ്റെ
എന്ന് പറയുന്ന ആ ജാതിയുടെ അവസാനത്തെക്കുറിച്ചായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഈ കാലയളവിൻ്റെ യുഗത്തിൻ്റെ അവസാനത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഇത് സഭയുടെ യുഗം, സഭ, ദ ഏജ് ഓഫ് ദ ചർച്ചിൻ്റെ അവസാനത്തെക്കുറിച്ചായിരിക്കാം പറയുന്നത്. അങ്ങനെ പലവിധമായ ഇതുണ്ട്. എന്നാൽ ആ പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രവചനം അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചനം. ഇനി അന്ത്യകാലം എന്താണെന്നാണ് ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ലൂക്കോസിന് സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ജാതികൾ യെരുശലേമിനെ Jerusalem will be trodden down by the Gentiles until the time of the Gentiles is finished. ജാതികളുടെ ആ സമയം തീരുവോളം യെരുശലേം ജാതികളാൽ ഭരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജാതികളുടെ ആ ഭരണം തുടങ്ങിയത് എപ്പോഴാണ്, അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതികൾ യെരുശലേമിനെ ഭരിക്കാൻ തുടങ്ങിയത് നെബൂഖദ്നേസറിൻ്റെ ഭരണത്തോടെയാണ് BC 606. എന്നാണ് ജാതികളുടെ ഭരണം അവസാനിക്കാൻ പോകുന്നത് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ അന്തിക്രിസ്തുവിനെ കീഴ്പ്പെടുത്തി നശിപ്പിച്ചതിന് ശേഷം യെരുശലേം ആസ്ഥാനമാക്കിക്കൊണ്ട് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് താൻ വാഴുമ്പോഴാണ് ജാതികളുടെ കാലയളവ്, ജാതികളുടെ ഭരണത്തിൻ്റെ അവസാനമെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് പൊതുവായി എൻഡ് ടൈമിനെ കുറിച്ച്, എന്താണ് ഈ എൻഡ് ടൈം എന്ന് പറഞ്ഞാൽ അവസാനം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇന്ന് രാത്രി പഠിക്കുന്ന വിഷയം ആദ്യത്തെ 2 വാക്യങ്ങൾ, 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചും യവന സാമ്രാജ്യത്തെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ദാനിയേലിന് ഇത് ദൈവം കാണിച്ചു കൊടുത്തു. അവസാനത്തെ 36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ അത് അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, നമ്മൾ ദാനിയേൽ പ്രവചനം 70 ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള ദാനിയേൽ പ്രവചനം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 69 വരെയുള്ള ആഴ്ചവട്ടത്തെ കാലത്തെ കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ നടക്കുന്നത് 70-ാമത്തെ ആഴ്ചവട്ടത്തിലല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള സഭയുടെ കാര്യങ്ങളാണ്, സഭയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. എന്നാൽ 70-ാമത്തെ ആഴ്ചവട്ടക്കാലം ഇനിയും വരാൻ പോകുന്നു. ഈ പ്രവചനത്തിൻ്റെ 11-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ആ 70-ാമത്തെ ആഴ്ചയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച്, അന്ത്യക്രിസ്തുവിൻ്റെ ഭരണകാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ 2 കാര്യം നിങ്ങൾ ഓർത്താൽ മതി. ഇത്രയെല്ലാം ഞാൻ വിവരിച്ച് പറഞ്ഞത് നിങ്ങളുടെ ആ അറിവ് ഒന്ന് വർദ്ധിക്കുവാനും അറിവ് ഒന്ന് സ്ഥിരപ്പെടുവാനുമാണ് പറഞ്ഞത്. എന്നാൽ 2 കാര്യം നിങ്ങൾ ഓർത്താൽ മതി. ഈ തെക്കേ രാജ്യത്തെയും വടക്കേ രാജ്യത്തെയും രാജാവിനെക്കുറിച്ച് പറഞ്ഞ ദർശനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദാനിയേലിൻ്റെ ജനം വായിക്കുന്ന ഇസ്രായേലിന് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് കാണിക്കുവാൻ വേണ്ടി ദൈവം കൊടുത്ത പ്രവചനമാണ്. എന്നാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് അക്ഷരികമായി നടന്ന വിഷയങ്ങൾ മാത്രമല്ല, അതിൻ്റെ ആത്മീയ വിഷയം വരുവാനുള്ള അന്ത്യക്രിസ്തുവിൻ്റെ ഭരണവും അതിനുശേഷമായിട്ട് വരുവാനുള്ള യേശുവിൻ്റെ രാജ്യത്തിൻ്റെ സ്ഥാപനവും ഈ വിഷയമാണ്. ഈ 11-ാം അധ്യായത്തിൽ ഈ വടക്കേ രാജ്യത്തെയും തെക്കേ രാജ്യത്തെയും കുറിച്ചുള്ള രാജാവിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ സാരമെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 2 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലെ ചില വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് അത് ചരിത്രവുമായിട്ട് ഒന്ന് ബന്ധപ്പെടുത്തി ആ കാര്യങ്ങൾ നടന്നത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിനുള്ള സമയം നമുക്ക് കാണത്തുള്ളൂ. ആ ഉള്ള സമയത്ത് കൊണ്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ ഈ സമയത്ത് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഒന്ന് കൈ ഉയർത്തി ഒരു പ്രൈസ് ലോർഡ് പറഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലെ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന പലരെയും അവിടെ ഇവിടങ്ങളിലായിട്ടൊക്കെ കാണാനൊക്കെ സാധിച്ചു. ഇവിടെ ഔട്ട്സൈഡ് വരാനും കാണുവാനും
അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചു എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പഠിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് വീണ്ടും മടങ്ങി വരാം. നമുക്ക് പിന്നെ അഞ്ജു സിസ്റ്റർ 11-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചാട്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആരെങ്കിലും വായിച്ചു? അഞ്ജു സിസ്റ്റർ, ഒരാൾ നിങ്ങളുടെ പേര് പറഞ്ഞ ആ പേരില്ലെങ്കിൽ അടുത്ത ആൾ വായിച്ചു. ഞാൻ നിന്നോട് സത്യം അറിയിക്കാം, പാർസി ദേശത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. നിർത്തിയായി. ഇനി പാർശ്വദേശത്ത് 3 രാജാക്കന്മാരും കൂടെ എഴുന്നേൽക്കും. അപ്പോൾ അതിന് പശ്ചാത്തലം ഇപ്പോഴത്തെ രാജാവ് ഇപ്പോൾ ആരാ രാജാവ്? സൈറസ് കഴിഞ്ഞിട്ട് പാർശ്യ രാജ്യത്ത് പ്രഗത്ഭരായ പല രാജാക്കന്മാർ എഴുന്നേൽക്കും. എന്നാൽ പ്രഗത്ഭരായ 4 രാജാക്കന്മാരും കൂടെ എഴുന്നേൽക്കും. ഇനിയും വായിച്ചാണ്. 4-മത്തവൻ അവരിലും അധികം ധനവാനായിരിക്കും. അവിടെ നിർത്തിക്കാട്ട്. 4-മത്തവൻ അവരിലും ഈ മറ്റുള്ള 3 പേരിലും അധികം കൂടെ വലിയവനായിരിക്കും, ധനവാനായിരിക്കും. മാത്രമല്ല പിന്നെന്താണ്? അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും അവന രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും. മതി അവിടെ നിർത്തിക്കാട്ടെ. അപ്പൊ ഈ 4-മത്തെ രാജാവിനെ കുറിച്ച് ഞാൻ ഒരു വാക്ക് പറയാം. അദ്ദേഹത്തിന്റെ വാഴ്ച, അദ്ദേഹത്തിന്റെ പേര് സെർക്സസ് ഒന്നാമൻ. സെർക്സസ് ഒന്നാമൻ. അതാണ് ഈ 4-മത്തെ പ്രഗത്ഭനായ പേർഷ്യയിലെ രാജാവിനെ കുറിച്ച് പറയുന്നത്. ദാരിയസ്, സൈറസ് ഇവരൊക്കെയും വലിയ പ്രഗത്ഭന്മാരായ രാജാവായിരുന്നു. അത് കഴിഞ്ഞ് 4 വലിയ പ്രഭുക്കന്മാരായ പ്രഗത്ഭരായ രാജാക്കന്മാർ വരും. അതിൽ അവരെക്കാർ ഈ 4-ൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ളവനാണ് 4-അവൻ. അവൻ ധനം കൊണ്ട് വളരെ ധനമുണ്ടായിരിക്കും, ഭയങ്കര മിലിറ്ററി പവറായിരിക്കും. അവൻ്റെ ആ രാജ്യത്തിൻ്റെ ആ വളർച്ചയോടെ മുകളിലെത്തുമ്പോൾ അവൻ യവന രാജ്യത്തെ ആക്രമിക്കും എന്ന് പ്രവചനപരമായിട്ട് BC 536 ദാനിയേലിന് ദൈവം കാണിച്ചു കൊടുത്ത ആ സംഭവം സെർക്സസ് ഒന്നാമൻ്റെ കാലത്ത് നടന്നു. അത് BC 486 മുതൽ 465 വരെയുള്ള വർഷങ്ങളാണ്. സെർക്സസ് ഒന്നാമൻ. അത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള നമ്മൾ എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അഹശ്വേരോശ് രാജാവ് എന്ന് പറയുന്ന ആ സെയിം അഹശ്വേരോശ് ആണ് ഈ സെർക്സസ് 1 എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്കറിയാമല്ലോ. എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അഹശ്വേരോശ് വളരെ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് വളരെ പേർഷ്യ രാജ്യം വളരെ ശക്തിയായിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്താണ് ഈ പ്രവചനം നടന്നു. എത്ര വർഷം എടുത്തെന്ന് നോക്കി. 536 പറഞ്ഞത് ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? 486 മുതൽ 465 വരെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 19 വർഷം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇത് നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഗ്രീസിനെതിരെ, യൗവന സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധം ആണ് യൗവന സാമ്രാജ്യത്തിലായിരിക്കുന്ന പിന്നീട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള അലക്സാണ്ടർ ഗ്രേറ്റ്. മഹാനായ അലക്സാണ്ടർ ഈ പേർഷ്യ രാജ്യത്തെയും അനേക രാജ്യങ്ങളെയും കീഴ്പ്പെടുത്താൻ കാരണമായ ഒരു വിഷയമാണ് ഈ സെർക്സസ് 1 ഈ യുദ്ധം ആരംഭിച്ചതിൻ്റെ ഒരു കാരണമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അടുത്ത ഹിസ്റ്ററി, ചരിത്രത്തിൽ നടന്ന അടുത്ത സംഭവം നമുക്ക് മനസ്സിലാക്കാം. സിസ്റ്റർ ആരെങ്കിലും ഒരാൾ വായിച്ചായിട്ട്. വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും, അവൻ വലിയ അധികാരത്തോടെ വാണ് ഒന്നുകൂടെ വായിച്ചാൽ ഒന്നുകൂടെ ഉറക്കെ വായിച്ചാട്ടെ. പിന്നെ വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ വലിയ അധികാരത്തോടെ വാണ്, ഇഷ്ടം പോലെ പ്രവർത്തിക്കും. വായിച്ചു. അവൻ നിൽക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും. വായിച്ചു. അത് അവന്റെ സന്തതിക്കല്ല, അവൻ അവന്റെ സന്തതിക്കല്ല. അവന്റെ അധികാരം പോലെ അവന്റെ രാജ്യത്ത് നിർമൂലമായി അവർക്കല്ല അന്യർക്ക് അധീനമാകും. മതി.
ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. BC 336 പ്രൈസ് ദി ലോർഡ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ പേർഷ്യൻ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തി. ആ രാജാവിനെ കുറിച്ചാണ് ഇവിടെ മഹാനായ വിക്രമൻ, ഏറ്റവും വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ എഴുന്നേൽപ്പിൻ്റെ ആ വലിയ ശക്തിയായിരിക്കുന്ന സമയത്ത് അവൻ്റെ രാജ്യം ഭിന്നിച്ചു പോകും, അത് പൊട്ടിപ്പോകും. അത് അവൻ്റെ മക്കൾക്കല്ല, പിന്നെയോ വേറെ അവനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർക്കായിത്തീരുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് 336 എന്ന് പറയുമ്പോൾ ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പേ ദാനിയേലിനോട് ദൈവം സംസാരിച്ച വിഷയമാണ് ഈ യൗവന സാമ്രാജ്യത്തെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയല്ല, അത് 4 ചിതറിപ്പോയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കും. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ 4 അന്നത്തെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യം 4 ജനറൽസിനായിട്ട് വിഭാഗിക്കപ്പെട്ടു പോയ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു മാർഷ് ഫീവർ വന്ന് താൻ മരിക്കുകയും 10 വർഷമേ താനെ ഓൾമോസ്റ്റ് ഇരുന്നുള്ളൂ. ഇവിടെ നോക്കിയറിയാം 336 മുതൽ 23 വരെ 13 വർഷമാണ് തൻ്റെ ഭരണകാലം. ആ ഭരണകാലം കൊണ്ട് ലോകത്തിലെ അനേക രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി, പേർഷ്യ സാമ്രാജ്യം ഉൾപ്പെടെ കീഴ്പ്പെടുത്തി. വാഴ്ചയുടെ ഏറ്റവും മഹത്തായ സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു രോഗം കൊണ്ട് താൻ നശിച്ചു, താൻ ഇല്ലാതായി തീർന്നു. തൻ്റെ രാജ്യം 4 ഭാഗിച്ച് 4 കമാൻഡേഴ്സിനെ, ജനറൽസിനെ അത് വിഭാഗിക്കപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ്റെ പോസ്റ്ററിറ്റിക്കല്ല, അവൻ്റെ മക്കൾക്കല്ല, പിന്നെയോ അവനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർക്കാണ് ഈ അവൻ്റെ രാജ്യം കൊടുത്തതെന്ന് പറഞ്ഞ സ്പഷ്ടമായ ദൈവവചനം. ഇത് നോർത്തണേ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരിത്വവും അതിൻ്റെ ക്രെഡിബിലിറ്റിയും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 200 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേലിനോട് പറഞ്ഞ പ്രവചനം അക്ഷരപ്രതി ഇവിടെ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്നുള്ള 2 ഭാഗങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. ആ 4 ജനറൽസിൽ ഒരാളാണ് സെലൂക്കസ്. സെലൂക്കസിന് അന്ന് സിറിയ, ഇന്നത്തെ ഇറാഖ് മുതലായ പ്രദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്നു. അതാണ് സെലൂസിഡ് കിങ്ഡം എന്ന് നമ്മൾ അറിയപ്പെടുന്ന വടക്കത്തെ രാജാവ് എന്ന് പറയുന്നത്, വടക്കേ രാജ്യം എന്ന് പറയുന്നത് ഈ സെലൂക്കസ് ഡൈനസ്റ്റിയാണ്. അതുകൂടാതെ ടോളമി എന്ന് പറയുന്ന വേറൊരു ജനറലിനാണ് ഈ മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്റ്റ് തെക്കേ രാജ്യം ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ നമ്മൾ 11-ാം അധ്യായത്തിൽ വായിച്ച തെക്കേ രാജ്യവും വടക്കേ രാജ്യവും എന്ന് പറയുന്നത് ഈ രീതിയിലാണ് അവരുടെ ആരംഭം. മഹാനായ അലക്സാണ്ടറിൻ്റെ അതിപ്രഗത്ഭമായിരിക്കുന്ന പേർഷ്യ സാമ്രാജ്യം 4 വിഭാഗിച്ചതിൽ നിന്ന് സെലൂസിഡിൻ്റെയും ടോളമിയുടെയും ആയിരിക്കുന്ന 2 ജനറൽസിന് കിട്ടിയ രാജ്യങ്ങളാണ് പിന്നീട് തെക്കേ രാജ്യം എന്ന് പറയുന്ന ഈജിപ്തും വടക്കേ രാജ്യം എന്ന് പറയുന്ന സിറിയയും. തെക്കേ രാജ്യത്തിൻ്റെ രാജാവുമായിട്ട് ടോളമിയും വടക്കേ രാജ്യത്തിൻ്റെ രാജാവുമായിട്ട് സെലൂക്കസും ആയിത്തീർന്ന ആ സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ദൈവവചനം വായിച്ചിട്ട് അത് എന്തുമായിട്ട് കണക്ട് ചെയ്തു? ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയേക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവവചനം, കർത്താവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ദൈവങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കഥകൾ പോലല്ല. ഇത് ഹിസ്റ്ററിയിൽ, മനുഷ്യ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ ചരിത്രകാരന്മാർ, സെക്കുലറായിട്ട് എഴുതിയിരിക്കുന്ന ചരിത്രകാരന്മാരുടെ ചരിത്രം, അവരിൽ അനേകം പേരും ദൈവവിശ്വാസികളല്ലായിരുന്നു. അത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി കാണിക്കാൻ സാധിക്കും. അതാണ് ദൈവത്തിൻ്റെ മഹത്തായ വചനത്തിൻ്റെ പ്രാധാന്യമെന്ന് ഇന്ന് രാത്രി ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു, നിങ്ങൾ വീട്ടിൽ പോയി വീണ്ടും വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നാൽ അതിൻ്റെ ഒരു സാരമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ഓരോ വാക്യവും എടുത്ത് നമ്മൾ പറയാൻ പോയാൽ അനേക രാജാക്കന്മാരുടെ ഭരണങ്ങൾ, അനേകരുടെ വിവാഹങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് വരുന്ന സംഭവങ്ങളായതുകൊണ്ട് ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞാൽ ഈ 5-ാം വാക്യം മുതൽ 35-ാം വാക്യം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തെ ചൊല്ലി
ടോളമിക് ഈജിപ്റ്റ്, ടോളമി അല്ലെങ്കിൽ തെക്കേ രാജ്യവും സിറിയ ആയിരിക്കുന്ന വടക്കേ രാജ്യവും തമ്മിൽ നടന്ന യഥാർത്ഥ യുദ്ധങ്ങൾ, രാഷ്ട്രീയ വിവാഹങ്ങൾ, സംഘർഷങ്ങൾ എന്നിവയുടെ വിശദമായ ഒരു ചരിത്ര രേഖയാണ് ദാനിയേലിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ആ ചരിത്രത്തിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ക്ലിയോപാട്ര, മാർക്ക് ആന്റണി എന്ന് പറയുന്ന വളരെ പ്രഗത്ഭരായ ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്ന രാജാക്കന്മാരും ലവ് സ്റ്റോറികളൊക്കെയുമുള്ള ഒരു കാര്യമാണ് ഈ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പ്രൈസ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ ബുക്കെടുത്ത് ഈ യവന സാമ്രാജ്യത്തിൻ്റെ ഹിസ്റ്ററി വായിച്ചാൽ അത് കഴിഞ്ഞ് റോമാ സാമ്രാജ്യത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. അപ്പോൾ ഞാൻ അത് ദീർഘമായിട്ട് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഇനിയും ദൈവം കർത്താവ് സഹായിച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഈ ഒരു 11-ാം അധ്യായം മാത്രം പഠിപ്പിക്കാൻ നമുക്കൊരു സെമസ്റ്റർ വേണം. അതുപോലെ ദീർഘമായ വിഷയങ്ങളാണ്. അതുകൊണ്ട് ചുരുക്കമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ. എന്നാൽ തെക്കേ ദേശത്തെ രാജാവ്, വടക്കേ ദേശത്തെ രാജാവ്, ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇസ്രായേലിൻ്റെ തെക്ക് ദേശമായിരിക്കുന്ന ഈജിപ്റ്റും ഇസ്രായേലിൻ്റെ വടക്ക് ദേശമായിരിക്കുന്ന സിറിയയും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഭാവിയിലും ഇനിയും നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണ്. ഭാവിയിൽ ഈ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ 2 സംഭവങ്ങൾ വീണ്ടും ഉണ്ടാകും, വീണ്ടും മുമ്പോട്ട് വരും. പ്രൈസ് ലോർഡ്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം പേർഷ്യ സാമ്രാജ്യം നശിച്ചു പോയെങ്കിലും ഇന്ന് ഇറാൻ വളരെ ശക്തിയോടെ നിൽക്കുകയാണ്. നമ്മുടെ മുമ്പിൽ നമുക്ക് എല്ലാ ദിവസങ്ങളും കാണാൻ സാധിക്കും ആ സംഭവങ്ങൾ. ഇറാൻ എങ്ങനെയാണ് ഭാവി കാലത്തുനിന്ന് വരുന്നത് നമ്മുടെ ഈ പഠനത്തിൽ കൂടി നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാനും സാധിക്കും. ഞാൻ പറഞ്ഞു തരാൻ വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ഇനിയും വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ പിൻഗാമികൾ ആന്റിയോക്കസ് എന്നു പേരുള്ള വിവിധ ഭരണാധികൾ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. നമ്മളിനി ഇതിൻ്റെ 2 കാര്യങ്ങളായിരിക്കും കുറച്ചധികം സംസാരിക്കാൻ പോകുന്നത്. വടക്കേ രാജ്യത്തിലെ രാജാവും തെക്കേ രാജ്യത്തിലെ രാജാവും. എന്നാൽ ഇനിയും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വടക്കേ രാജ്യത്തിൻ്റെ രാജാവിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വടക്കേ രാജ്യത്തിൻ്റെ രാജാവ് 70-ാം ആഴ്ചവട്ട കാലത്ത് വരാനിരിക്കുന്ന അന്ത്യക്രിസ്തുവിൻ്റെ ഒരു നിഴലായിരുന്നു. അതാണ് ഈ ഭാഗങ്ങൾ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ പിൻഗാമികൾ ഈ സെലൂക്കസ് എന്ന് പറയുന്ന ജനറൽ മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ അതിൽ പ്രഗത്ഭരായ, നമ്മൾ പേർഷ്യ രാജ്യത്തിൽ 4 പ്രഗത്ഭരായ രാജാക്കന്മാരുണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഈ വടക്കേ ദേശത്ത് അന്ത്യോക്യസ് എന്ന് പറയുന്ന ഒരു രാജകീയ കുടുംബം വളരെ പ്രഗത്ഭമായിട്ട് മുമ്പോട്ട് വന്നു. അതിൽ നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു രാജാവാണ് ഇവിടെ കാണിക്കുന്ന അന്ത്യോക്യസ് 4-ാമൻ എപ്പിഫാനസ്. അന്ത്യോക്യസ് എപ്പിഫാനസ് 4-ാമൻ. ഇദ്ദേഹത്തെയാണ് നമ്മുടെ ശ്രദ്ധ ഈ വാക്യത്തിൽ കൂടി നമ്മളെ കൊണ്ടുവരുന്നത്. പ്രൈസ് ലോർഡ്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയട്ടെ. മഹാനായിരിക്കുന്ന അലക്സാണ്ടറിൻ്റെ യവന സാമ്രാജ്യം 4ആയിട്ട് വിഭാഗിച്ചു പോയതിൽ സെലൂക്കസ് എന്ന് പറയുന്ന ജനറലിൻ്റെ കീഴിലുള്ള സിറിയ ആണ് വടക്കേ രാജ്യമായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. ടോളമി എന്ന് പറയപ്പെടുന്ന ജനറലിൻ്റെ കീഴിലുള്ള മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്റ്റാണ് തെക്കേ ദേശമായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. ഇനിയും അതവിടെ തെക്കേ ദേശത്തെക്കുറിച്ചുള്ള സംസാരം താൽക്കാലികമായി നിർത്തിയിട്ട് നമ്മൾ വടക്കേ ദേശത്തെ കുറിച്ചുള്ള സംസാരമാണ്. ആ വടക്കേ ദേശത്തെക്കുറിച്ചുള്ള ആ രാജകീയ ഭരണത്തിൽ ഏറ്റവും നമ്മളെ ആകർഷിക്കുന്ന ഒരു രാജകീയ ഭരണകൂടമാണ് അന്ത്യോക്യസ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഡൈനസ്റ്റി, ആ ഭരണകൂടം. അതിൽ ഏറ്റവും നമ്മൾ അറിയപ്പെടുന്ന നമുക്ക് പഠിക്കേണ്ടതായ ഒരു വ്യക്തിയാണ് അന്ത്യോക്യസ് 4-ാമൻ, അന്ത്യോക്യസ് എപ്പിഫാനസ് 4-ാമൻ. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് ചില വാക്യങ്ങൾ നമുക്ക് 29 മുതലുള്ള വാക്യങ്ങൾ, ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 29 വായിക്കുമ്പോൾ ഞാൻ തന്നെ ഇംഗ്ലീഷ് വായിച്ചിട്ട് അത് മലയാളത്തിൽ പറയാം. At the appointed time he shall return and go toward the south, but it shall not be like the former or the latter. ഇവിടെ ഈ
പല യുദ്ധങ്ങൾ തെക്കും വടക്കും തമ്മിലുള്ള രാജ്യങ്ങൾ നടന്നു. ഒരു പ്രാവശ്യം തെക്ക് ജയിക്കും, പിന്നെ വടക്ക് ജയിക്കും, പിന്നെ തെക്ക് ജയിക്കും, പിന്നെ വടക്ക് ജയിക്കും. ഇങ്ങനെ എല്ലാം വന്നതിന് ശേഷം ഒരു സംഭവം ഉണ്ടായി. ഈ വടക്ക് കുറച്ചുകൂടെ അങ്ങ് പ്രാഗൽഭ്യം പ്രാപിച്ച് അന്ത്യോക്യസിൻ്റെ കാലമായപ്പോഴത്തേക്ക്, അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ കാലമായപ്പോഴത്തേക്ക് തെക്കിൻ്റെ ശക്തി വളരെ കുറഞ്ഞ് വടക്കിൻ്റെ ശക്തി വളരെ കൂടി. ആ സമയത്ത് ഈ വടക്കൻ രാജാവ് ഈ തെക്കേ രാജ്യത്തിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന അവരുടെ സ്വർണവും വെള്ളിയും പൊന്നും എല്ലാം എടുത്ത് വളരെ ശക്തിയോടെ നിൽക്കുന്ന കാലത്ത് ആണ് അതിൻ്റെ മധ്യത്തിൽ ഒരു വലിയ സംഭവം നടന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന 30-ാം വാക്യത്തിൽ. ഫോർ ഷിപ്സ് ഫ്രം സൈപ്രസ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത്, മലയാളത്തിൽ കിറ്റീം ആണ് എഴുതിയിരിക്കുന്നത്. ഷാൽ കം അഗൈൻസ്റ്റ് ഹിം, therefore he shall be grieved and return in rage against the holy land and do damage, so he shall return and show regard for those who forsake the holy covenant. ഹോളി കവനൻ്റ് എന്ന് പറയുന്നത് വിശുദ്ധ ജാതിയായിരിക്കുന്ന ഇസ്രായേലിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രാവശ്യം താൻ വലിയ വിജയത്തിൻ്റെ അതിൻ്റെ വലിയ മധ്യത്തിൽ നിൽക്കുമ്പോൾ, പിണക്കിൽ നിൽക്കുമ്പോൾ കിറ്റീം കപ്പലുകൾ വന്നു. അത് മറ്റൊന്നുമല്ല, ഞാൻ ഇച്ചിരി പറഞ്ഞിട്ട് ഈ അല്പകാര്യം കൂടെ പറഞ്ഞ് ഞാൻ തിരിച്ചു വരാം. ഈ കിറ്റീം let me show you that. Okay, praise the Lord. ഇതാണ് പിന്നെ ഈ സംഭവം നടന്നിരിക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രം പറയുകയാണ്. BC 168 ഗായസ് പോപ്പുലസ് എന്ന് പറയുന്ന റോമൻ സ്ഥാനാപതി ഈജിപ്റ്റ് കീഴടക്കുന്നതിൽ നിന്ന് അന്ത്യോക്യസ് 4-നെ പിന്തിരിപ്പിക്കാൻ ഒരു അന്ത്യശ്വാസം നൽകിയതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ അന്ത്യോക്യസ് 4 ഈജിപ്തിനെ കീഴ്പ്പെടുത്തി നിന്ന് വളരെ ശക്തിയോടെ നിൽക്കുമ്പോൾ അന്ന് റോമാ സാമ്രാജ്യവും ഈജിപ്തും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. ഒരു ആലൈഡ് ഈജിപ്റ്റ് വാസ് എൻ ആലൈ ഓഫ് റോം. അപ്പോൾ റോമൻ ഒരു ഗവർണർ, ഒരു ജനറൽ പോപ്പിയസ് ആ സമയത്ത് അവിടെ വരുവാനും അന്ത്യോക്യസ് എപ്പിഫാനസിനെ നേരിൽ കണ്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് 2 ചാൻസ് ഉണ്ട്, വൺ ഓപ്ഷൻ. ഒന്ന്, നീ യുദ്ധം അവസാനിപ്പിച്ച് ഇപ്പോൾ തന്നെ ഈ ഈജിപ്തിൽ നിന്ന് മടങ്ങിപ്പോകണം. സെക്കൻഡ് ഓപ്ഷൻ, അതർവൈസ് വി ഗോയിങ് ടു ഡിക്ലെയർ വാർ അഗൻസ്റ്റ് യു, നീയുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ അന്ത്യോക്യസിന് അറിയാം റോമുമായിട്ട് തനിക്ക് യുദ്ധം ചെയ്യാനുള്ള കഴിവില്ലാഞ്ഞതുകൊണ്ട് താൻ അത് സമ്മതിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. ഈ പോപ്പിയസ് ഒരു വടിയെടുത്തിട്ട് ഈ അന്ത്യോക്യസ് നിൽക്കുന്ന അതിൻ്റെ ചുറ്റും മണലിൽ ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ സർക്കിളിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നീ ഈ തീരുമാനം പറയണം. ഈ തീരുമാനം പറയാതെ ഇതിന് വെളിയിൽ ഇറങ്ങിയാൽ ഞങ്ങൾ നിന്നെ കൊല്ലും. അതുകൊണ്ട് ആ സർക്കിളിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ കീഴടങ്ങി താൻ തിരിച്ചു പോന്നു. എന്നാൽ തിരിച്ചു പോകുന്നത് അങ്ങനെ ഈ യുദ്ധം പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നതിന് ദേഷ്യം മുഴുവനും അദ്ദേഹം ആരോടാണ് എടുത്തത്? ഇസ്രായേലിനോട്. കാരണം ഈജിപ്തിൻ്റെയും സിറിയയും കൂടെ ഇടയ്ക്കാണ് ഈ ഇസ്രായേൽ കിടക്കുന്നത്. ഇസ്രായേൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ആ പോകുന്ന സമയത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതാണ് ഈ അടുത്ത ഭാഗങ്ങൾ എഴുതിക്കുന്നത്. അതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിച്ചെന്നു, വിശുദ്ധ നിയമത്തിന് നേരെ ക്രൂശിച്ച് പ്രവർത്തിക്കുകയും 31-ാം വാക്യം വായിക്കുമ്പോൾ അവൻ അയച്ച് സൈന്യങ്ങൾ അണിനിരന്നു, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്തു, ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അന്ത്യോക്യസ് എപ്പിഫാനസ് ഈജിപ്തിനെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ, ആ യുദ്ധത്തിൽ പരാജയം സമ്മതിച്ച് മടങ്ങിപ്പോകുമ്പോൾ ഇസ്രായേലിൽ ചെന്നിട്ട് എന്ത് ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്. പോയ വഴിക്ക് ഇസ്രായേലുമായിട്ട് ദേഷ്യപ്പെട്ടു. എന്നാൽ ഇസ്രായേലിൽ അന്ന് ദൈവത്തെ സ്നേഹിക്കാത്ത, യഥാർത്ഥ ദൈവമായ ഇസ്രായേലിലെ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു കൂട്ടം യഹൂദന്മാരെ ഇവരുടെ കൂടെ ഇദ്ദേഹത്തിൻ്റെ കൂടി. എന്നാൽ മറ്റുള്ളവരെ, ദൈവത്തെ അറിയുന്നവർ, നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും, അവർ വളരെയധികം ദൈവശക്തി പ്രാപിച്ചു, അനേകർ കൊല്ലപ്പെട്ടു. എന്നാൽ ഈ മനുഷ്യൻ ആ സമയത്താണ് യെരുശലേം ദേവാലയം പിടിക്കുകയും അവിടെ ഒരു പന്നിയെ
താനെ ബലി കഴിപ്പിക്കുകയും, അതുകൊണ്ടാണ് അയാൾ ഇരിക്കുന്നത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത, അങ്ങനെയുള്ള മ്ലേച്ഛതകൾ കാണിച്ച് ആ ദേവാലയം താനെ മലിനമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് താൻ തിരിച്ചു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയും അടുത്തും കൂടെ പറഞ്ഞിട്ട് പ്രൈസ് ഗോഡ്, നമുക്ക് 3-4 മിനിറ്റേ ഉള്ളൂ. എന്നാൽ ഇതിനോട് കൂടി തന്നെ ഒരു സംഭവം കൂടെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഈ 167 നിങ്ങൾക്ക് ഒക്കെയും കേട്ടിട്ടുള്ളെങ്കിൽ ബൈബിൾ സ്റ്റുഡൻ്റ് ആയിരിക്കും നിങ്ങൾ പലരും കേട്ട് കാണും. മത്തത്യാസ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, മക്കാബീസ് എന്ന് പറയുന്ന പുരോഹിതൻ 5 ആൺമക്കളുണ്ടായിരുന്നു. അതിൽ അവരെല്ലാം കൂടെ ഈ സമയത്ത് ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തി യെരുശലേമിൽ വന്ന് ഈ നാശനഷ്ടങ്ങളെല്ലാം ചെയ്ത് ഈ വിശുദ്ധ ദേവാലയം മലിനീകരിച്ച് അവിടെ ഈ മ്ലേച്ഛതകളെല്ലാം കാണിക്കുന്ന സമയത്ത് ഇവരെല്ലാം കൂടെ ഈ മക്കാബീസും അദ്ദേഹത്തിൻ്റെ 5 മക്കളും കൂടെ മരുഭൂമിയിലേക്ക് ഓടുകയും, അതിൻ്റെ ശേഷമായിട്ട് ചരിത്രത്തിൽ വായിക്കുമ്പോൾ ജൂഡസ് മക്കാബീസിൻ്റെ നേതൃത്വത്തിൽ അവരൊരു ഗറില്ല വാർഫെയർ എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് വാർ അല്ല, അവിടെ ഇവിടങ്ങളായിട്ടൊക്കെ യുദ്ധം നടത്തി. ചുരുക്കം പറഞ്ഞാൽ അന്ത്യോക്യസിനെ അവിടെ നിറക്കി വിട്ട് അവർ ദേവാലയം തിരിച്ചെടുത്ത് ദേവാലയം വിശുദ്ധീകരിച്ച് അവിടെ യാഗമർപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇന്ന് യഹൂദൻ ആരാധിക്കുന്ന ഹനൂക്ക എന്ന് പറയുന്ന ആ ഫെസ്റ്റിവലിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഈ പറഞ്ഞ വിഷയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ വചനം ഇവിടെ വായിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദോസ് ഹു ലവ് ദ ലോർഡ് വിൽ ഡു ഗ്രേറ്റ് സ്പോയിൽസ്, ഗ്രേറ്റ് എക്സ്പ്ലോയിറ്റ്സ് എന്നിവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ വായിച്ച ഭാഗങ്ങളാണ്. പ്രൈസ് ഗാഡ്. ഇനിയും 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. BC 164 ഈ മനുഷ്യൻ ഒരു വലിയ രോഗം പിടിച്ച്, അന്ത്യോക്യസ് എപ്പിഫാനസ് ഒരു രോഗം പിടിച്ച് അവന് വിഭ്രാന്തിയോ ശാരീരിക ക്ഷീണമോ മൂലം അദ്ദേഹം മരിച്ചു. അന്ത്യോക്യസ് എപ്പിഫാനസ് അങ്ങനെ BC 164 അതോടെ അവസാനിക്കുകയാണ്. അതാണ് ഇവിടെ നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ പ്രൈസ് നമുക്ക് ഞാൻ അതിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരട്ടെ. അതിൻ്റെ 35-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആൻഡ് സം ഓഫ് ദോസ് of understanding shall fall to refine them, purify them, and make them white until the time of the end, because it is still for the appointed time. എന്നിട്ട് 45-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, and he shall plant the tents of his place between the seas and the glorious holy mountain, yet shall come to his end, and no one will help him. അതാണിപ്പോൾ ഞാൻ ഈ സ്ലൈഡിൽ കൂടി നിങ്ങളോട് കാണിച്ചത്. ഇദ്ദേഹം തിരിച്ചു വന്ന്, അന്ത്യോക്യസ് എപ്പിഫാനസ് തിരിച്ചു വന്ന് രണ്ട് ഈ സമുദ്രങ്ങൾ, ഇസ്രായേലിൻ്റെ 2 സ്ഥലങ്ങളിലും 2 സമുദ്രങ്ങളുണ്ടല്ലോ, ആ സമുദ്രത്തിൻ്റെ കുറിച്ചാണ് സമുദ്രം. അതിന് ശേഷം ഗ്ലോറിയസ് ഹോളി മൗണ്ടൻ എന്ന് പറയുന്നത് യെരുശലേമിൽ. അങ്ങനെ യെരുശലേമിൽ തൻ്റെ ആധിപത്യം താൻ സ്ഥാപിച്ചു ആയിരിക്കുന്ന സമയത്ത് താൻ അവിടെ മടങ്ങിപ്പോയി ചെന്ന് തൻ്റെ രാജ്യത്തിൽ ചെന്ന് അതിമാരകമായൊരു രോഗം പിടിച്ച് ആരും ആക്രമിച്ചിട്ടല്ല നശിച്ചു. അത് ദൈവകരം അവനെ നശിപ്പിച്ചു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. യെറ്റ് ഹി ഷാൽ കം ടു ആൻ എൻഡ് ആൻഡ് നോ വൺ വിൽ ഹെൽപ്പ് ഹിം. അവനെ സഹായിക്കാൻ ആരുമില്ലാതെ അങ്ങനെ അന്ത്യോക്യസ് എപ്പിഫാനസ് അവിടെ അവസാനിച്ചു. എന്നാൽ ഈ ടോളമി അല്ലെങ്കിൽ ഈജിപ്റ്റ് തെക്കേ ദേശത്തിൻ്റെ രാജ്യത്വം വീണ്ടും മുമ്പോട്ട് പോവുകയും BC 30 റോമാ സാമ്രാജ്യം അതിനോടുകൂടി റോമാ സാമ്രാജ്യം അവരെ എടുക്കുകയും ചെയ്തു. അങ്ങനെ ആണ് മീഡോ പേർഷ്യൻ ഗ്രീഷ്യൻ എംപയേഴ്സ്, മഹത്തായ പേർഷ്യ സാമ്രാജ്യവും യവന സാമ്രാജ്യവും അസ്തമിച്ചുകൊണ്ട് റോമാ സാമ്രാജ്യം മുമ്പിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കണം, 3 സാമ്രാജ്യങ്ങൾ, ബാബിലോണിയ സാമ്രാജ്യം, മീഡോ പേർഷ്യൻ സാമ്രാജ്യം, യവന സാമ്രാജ്യം. എത്ര കാലത്തെ കാലയളവാണെന്ന് നോക്കണം. BC 606 മുതൽ BC 30 വരെ ഏകദേശം 570 പരം വർഷങ്ങൾ 3 ജാതീയ ഭരണകൂടങ്ങൾ ഈ ഇസ്രായേലിനെ ഭരിച്ചു. ഇതാ 4ാമത്തെ ഭരണകൂടം റോമാ സാമ്രാജ്യം വരികയാണ്. എന്നാൽ നമ്മുടെ വിഷയം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ അവസാനത്തെ
ആ 9 വാക്യങ്ങൾ 36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഒരു പ്രാവചനിക വിഷയം, എസ്കറ്റോളജി, സ്റ്റഡി ഓഫ് ദി ഫ്യൂച്ചർ ആയിട്ട് മാറുകയാണ്. ആൻറ്റിയോക്കസ് എപ്പിഫാനസ് ഈ അന്ത്യക്രിസ്തുവിൻ്റെ ഒരു നിഴലായ വ്യക്തിയാണ്. കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിൽ പറയുമ്പോൾ ഈ മ്ലേച്ഛത, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്ന് പറയുന്ന ആ റെഫറൻസ് ഈ ദാനിയേൽ പ്രവചനത്തിലെ ഈ ഭാഗത്തെക്കുറിച്ചാണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇനിയും ഭാവി കാലത്ത് ഇതുപോലെയുള്ള ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ആദരിക്കാത്തവൻ, ദൈവത്തെ ആദരിക്കാത്തവൻ, അവൻ തന്നെ ദൈവമാണെന്ന് പറയുന്ന ഒരുത്തൻ, യെരുശലേമിൽ മ്ലേച്ഛത കാണിക്കുന്നവൻ, യെരുശലേം ദേവാലയത്തെ മലിനപ്പെടുത്തുന്നവൻ, അങ്ങനെയുള്ള ഇതേ ഒരു അനുഭവം ഇനിയും ഭാവി കാലത്ത് നമ്മുടെ മുമ്പിലുണ്ട്. അത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ, പ്രൈസ് ദി ലോർഡ്, അതാ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 70-ാം ആഴ്ചവട്ടത്തിൻ്റെ അവസാന കാലം. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് ഒരു കാര്യം ഓർത്തോണം, ലോക സാമ്രാജ്യങ്ങൾ എത്ര ഭീകരത്വത്തോടെ നമ്മളെ ഭരിച്ചാൽ ഒരു കാര്യം ഓർക്കണം, ആ സാമ്രാജ്യങ്ങളെല്ലാം 1, 2, 3 തെറ്റി തകർന്ന ഒരു പാത്രം നിലത്ത് വീണ് പൊട്ടിച്ചെതറിപ്പോകുന്ന പോലെ ചെതറിപ്പോയിക്കൊണ്ട് ഇരിക്കുന്ന കാലയളവിലാണ് ഞാനും നിങ്ങളും താമസിക്കുന്നത്, ജീവിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ലോക സാമ്രാജ്യങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഒരു ദൈവ സാമ്രാജ്യം ഈ ലോകത്തിൽ എന്നേക്കും വേണ്ടി സ്ഥാപിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു വരുന്ന കാലയളവ്, അതിൻ്റെ ശബ്ദങ്ങൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് നമ്മൾ താമസിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വചനം മാത്രമല്ല, ചരിത്രം നമ്മളെ കാണിക്കുന്നു. ഈ വാക്കുകൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവഹിതമെങ്കിൽ വീണ്ടും അടുത്ത തിങ്കളാഴ്ച നമുക്ക് വീണ്ടും പഠിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വളരെ ആത്മാർത്ഥതയോടെ ഇന്നും കർത്താവിൻ്റെ ദാസനിലൂടെ കേൾപ്പിച്ച നല്ല ക്ലാസ്സിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മളോട് കാണിക്കുന്ന എല്ലാ സന്മനസ്സിനും ഉത്സാഹത്തിനുമായി കർത്താവ് അധികം പ്രതിഫലം കൊടുത്ത് മാനിക്കട്ടെ. നാളെ വൈകിട്ട് കർത്താവിൻ്റെ ദാസൻ ഷാജൻ പാറക്കടവിൽ റോമ ലേഖനം എടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. നമ്മുടെ ഒത്തിരി അറ്റൻഡൻസ് കുറയുന്നുണ്ട്. മറ്റുള്ളവരെ ബലപ്പെടുത്തുക, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുക. ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും പ്രയോജനപ്പെടണം. ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ അവസാനമായി നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. കർത്താവിൻ്റെ ദാസൻ ബ്രദർ സ്റ്റെല്ലസ് ആൽബർട്ട് അവസാനമായി പ്രാർത്ഥിച്ചാട്ട്, അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. അപ്പൊ ഞങ്ങൾക്ക് കർത്താവെ ദാനിയേൽ പുസ്തകത്തിൽ കൂടെ കർത്താവെ അന്ത്യകാല ലക്ഷണങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു കൃപ തന്നല്ലപ്പാ. കർത്താവ് പ്രിയ ദേവദാസനെ ശക്തമായി എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കടന്നു വന്ന ഓരോ മക്കൾക്കും കർത്താവെ അത് അനുഗ്രഹമാക്കിയല്ലപ്പാ. കർത്താവെ ആ ദാനിയേൽ കണ്ട ദർശനങ്ങൾ പോലെ കർത്താവെ അന്ത്യകാലങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ അന്ത്യകാല ലക്ഷണത്തെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തരാനുള്ള കൃപ കാണിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വരുന്ന ദിവസങ്ങളിൽ കർത്താവെ നിറവില് കർത്താവെ വചനം സംസാരിക്കാനുള്ള ദാസനെ അവിടുന്ന് കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ശക്തമായി കാലങ്ങളിൽ ഉപയോഗിക്കണമേ അപ്പാ. കർത്താവെ അന്ത്യകാലത്ത് യേശുവിന്റെ വരവെങ്കിൽ യേശുവും ദൂതന്മാർ വരുന്നത് ദാനിയേൽ കണ്ട ദർശനം പോലെ കർത്താവെ വരുന്ന ദിവസങ്ങളിൽ ഈ കടന്നു വന്ന ഓരോ മക്കൾക്കും കർത്താവെ ദർശനങ്ങൾ കാണാനുള്ള കർത്താവെ അന്ത്യകാല ലക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ കർത്താവെ ചുറ്റിലും ഞങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലമല്ല. എന്നിരുന്നാലും ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവിന്റെ വരവിൽ വളരെ അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒന്നു മാത്രം ആഗ്രഹിക്കുന്ന കർത്താവെ വചനം, വിശ്വാസം, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നത് പോലെ കർത്താവ് ഞങ്ങളുടെ വരുന്ന കാലങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഞങ്ങളെ വചനം അത് ഗ്രഹിക്കാനുള്ള ഒരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കടന്നു വന്ന ഓരോ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രിയ ലാലു പാസ്റ്റനായി പ്രാർത്ഥിക്കുന്നു, പ്രിയ സാക് വർഗീസ് പാസ്റ്റനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. വരുന്ന ദിവസങ്ങളിൽ വളരെ ശക്തമായി കർത്താവെ വചനം പഠിപ്പിക്കാനുള്ള ഒരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ മക്കളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ. അപ്പാ ഈ വചനം ജീവനായിട്ട് ഞങ്ങൾക്ക് മാറണമേ അപ്പാ. അത് ഗ്രഹിക്കാനുള്ള ഒരു കൃപ തരുന്നതിനായി സ്തോത്രം. സ്വർഗത്തുനിന്ന് വരം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ അപ്പാ. ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ തുറക്കണമേ അപ്പാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം കർത്താവെ. വരുന്ന ദിവസങ്ങളിൽ ഈ കടന്നു വന്ന ഓരോ മക്കൾക്ക് അത് ജീവനായി മാറാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ മക്കൾ കർത്താവ് ജോയിൻ ചെയ്യാൻ കർത്താവ് സഹായിക്കണം. എല്ലാ മഹത്വം ഒപ്പനെടുക്കണം യേശുവിന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു. ഒത്തിരി പേര് നല്ല അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട്. വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് എഡ്യൂക്കേഷണൽ ക്ലാസ്. മേ ഗോഡ്
കണ്ടിന്യൂ ടു യൂസ് യു മൈറ്റി. അങ്ങനെ ഒത്തിരി അഭിപ്രായങ്ങളുണ്ട്. എല്ലാത്തിനും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ക്ലാസ് എടുത്ത ശ്രേഷ്ഠ കർത്താവിന്റെ ദാസനോട് ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു സാറേ. നാളെ അടുത്ത